അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 20-12-2024 ഹദായിഖ് ദാത്ത ബഹ്ജ എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമുഅ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. കാണാൻ കൗതുകമുള്ള ഭൂമിയിൽ വളർന്നു നിൽക്കുന്ന പച്ചപുതച്ച ഉദ്യാനങ്ങൾ, അള്ളാഹു അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ കരവിരുതുകൾ പ്രകടിപ്പിച്ച മരങ്ങൾ, സസ്യലതാദികൾ, പഴവർഗ്ഗങ്ങളൊക്കെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ഖുതുബ. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഭൂമിയിൽ അവൻ സംവിധാനിച്ചു തന്ന ഈ മരങ്ങളും ചെടികളും പഴവർഗ്ഗങ്ങളുമൊക്കെ. നാം ഈ ഭൂമിയിൽ ജീവിക്കാനും നമ്മുടെ ഭക്ഷണത്തിന് ആവശ്യമായിട്ടൊക്കെയാണ് അവൻ ഇത് സൃഷ്ടിച്ച് ഒരുക്കി തന്നിട്ടുള്ളത്. അവന് നന്ദി പ്രകടിപ്പിക്കാൻ നാം നിർബന്ധിതരാകുകയാണ് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ഭൂമിയിൽ മനുഷ്യ ജീവന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവൻ ഒരുക്കി തന്നിരിക്കുകയാണ്. സൂര്യനും വായുവും മണ്ണും വെള്ളവുമൊക്കെ അവൻ സംവിധാനിച്ചു തന്നു. നമുക്ക് ഭൂമിയിൽ കൃഷി ഇറക്കാനും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളുമൊക്കെ ഉൽപ്പാദിപ്പിക്കാനും പറ്റുന്ന സാഹചര്യം അവൻ ഒരുക്കി തന്നു. വആയത്തുൽ ലഹുമുൽ അർദുൽ മൈതത്തു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅ്കുലൂൻ. ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. തരിശായി കിടക്കുന്ന ഭൂമിയെ അവൻ ജീവിപ്പിച്ച് അതിൽ നിന്ന് അവൻ ധാന്യങ്ങളെ പുറപ്പെടുവിച്ചു. അവർ അതിൽ നിന്നാണ് ഭക്ഷിക്കുന്നത്. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. ആ ഭൂമിയിൽ അവൻ ഈന്തപ്പനയുടെ മുന്തിരിയുടെയൊക്കെ തോട്ടങ്ങളെ അവൻ ഉൽപ്പാദിപ്പിച്ചു. ആ ഭൂമിയിൽ നിന്ന് വെള്ളം ഉറവ പൊട്ടി വരുന്നു. ലിയഅ്കുലൂ മിൻ സമരിഹി വമാ അമിലത്തുഹു ഐദീഹിം അഫലാ യഷ്കുറൂൻ. ആ പഴങ്ങളിൽ നിന്നും അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന ധാന്യങ്ങളിൽ നിന്നും മറ്റുമൊക്കെ അവർ ഭക്ഷിക്കാൻ വേണ്ടി അവർ നന്ദി പ്രകടിപ്പിക്കുന്നില്ലേ? മരങ്ങളും ചെടികളും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വലിയ ദൃഷ്ടാന്തമാണ്. വിശുദ്ധ ഖുർആനിൽ ആ മരങ്ങളുടെയും ചെടികളുടെയും 30-ലധികം ഇനങ്ങളെപ്പറ്റി അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. ഒരു സൂറത്തിനെ ഇറക്കിയത് ഒരു വൃക്ഷത്തിൻ്റെ പേരിലാണ്. വത്തീനി വസ്സൈത്തൂൻ. അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം, ഒലീവിനെ തന്നെയാണ് സത്യം. ആ മരങ്ങളും ചെടികളുമൊക്കെ വളരുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമ്മളോട് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ ത്വആമി. മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ. അന്നാ സബബ്നൽ മാഅ സബ്ബാ. ഭൂമിയിലേക്ക് നാം മഴയെ വർഷിപ്പിച്ചു. സുമ്മ ശഖഖ്നൽ അർള ശഖ്ഖാ. ഭൂമിയെ നാം പിളർത്തി. ഫഅംബത്നാ ഫീഹാ ഹബ്ബാ. അതിൽ നാം ധാന്യത്തെ മുളപ്പിച്ചു. വഇനബൻ വഖൽബൻ വസൈത്തൂനൻ വനഖ്ല. മുന്തിരിയും പച്ചക്കറിയും ഒലിവും ഈന്തപ്പനയും. വഹദായിഖ ഗുൽബ. ഇടനൂർന്നു നിൽക്കുന്ന ഉദ്യാനങ്ങളും. വഫാകിഹത്തൻ വഅബ്ബ. പഴവർഗ്ഗങ്ങളും പുല്ലുകളും. മതാഅൻ ലക്കും വലി അൻആമിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ ആടുമാടുകൾക്കുമൊക്കെ ഉപകാരമായി. അള്ളാഹു ആ സൃഷ്ടിച്ച ആ സസ്യലതാദികളിൽ നിന്നാണ് നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത്, നമ്മുടെ വസ്ത്രം നിർമ്മിക്കുന്നത്, മരുന്നുകൾ ഉണ്ടാക്കുന്നത്, നമുക്ക് ചൂടിനും തണുപ്പിനുമൊക്കെ പറ്റുന്ന വസ്ത്രങ്ങളൊക്കെ ഈ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കളെ കൊണ്ടിട്ടാണ് നിർമ്മിക്കുന്നത്. അള്ളാഹു ഈ സസ്യലതാദികളെ കൊണ്ട് നമുക്ക് ശ്വസിക്കാനുള്ള വായുവിനൊക്കെ ശുദ്ധിയാക്കുകയാണ്. വൽ അർള മദദ്നാഹാ വഅൽഖൈനാ ഫീഹാ റവാസിയ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്. ഭൂമിയെ നാം വിശാലമാക്കി അതിൽ നാം പർവ്വതങ്ങളെ സ്ഥാപിച്ച് വ്യത്യസ്തമായ ചെടികളെയും മരങ്ങളെയും ഒക്കെ അതിൽ നാം മുളപ്പിച്ചു. നാം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള വഅൻസല ലക്കും മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത്ത ബഹ്ജ. കാണാൻ കൗതുകമുള്ള തോട്ടങ്ങൾ, വെള്ളം ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നമുക്ക് വേണ്ടി സംവിധാനിച്ചതാണ്. അതവൻ്റെ സൃഷ്ടിപ്പാണ്.
നമ്മുടെ ദീൻ കൃഷിക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം നടത്തിയ ആ കൃഷിയും തുടർന്നുള്ള കാർഷിക വിഭവങ്ങളുടെ വിതരണവുമൊക്കെ ഇന്നും നമ്മളോട് സംസാരിക്കുകയാണ്. ഖാല തസ്റഊന സബ്അ സിനീന ദഅബ. യൂസുഫ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞു, നീണ്ട 7 സംവത്സരങ്ങൾ നിങ്ങൾ തുടർച്ചയായി കൃഷി ഇറക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കതിന് മാതൃകയാണ്. അവിടുന്ന് കൃഷി ചെയ്തിരുന്നു. കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് സഹാബത്തിനെ പ്രോത്സാഹിപ്പിക്കും. അവിടുന്ന് പറഞ്ഞു, മൻ കാനത്ത് ലഹു അർളുൻ ഫൽയസ്റഅഹ. ആരുടെ അടുക്കലെങ്കിലും ഭൂമിയുണ്ടെങ്കിൽ അവൻ അതിൽ കൃഷി ഇറക്കട്ടെ. സഹാബാക്കളുടെ ഭൂമി അവർ എന്ത് ചെയ്തു എന്ന് അവരോട് ചോദിക്കും. അവരോട് പറയും, ഇസ്റഊഹ, നിങ്ങൾ അതിൽ കൃഷി ഇറക്കുക. ഔ അസ്റിഊഹ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൃഷി ചെയ്യാൻ നിങ്ങൾ അത് വിട്ടുകൊടുക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വന്നു. അവർ 300 ഈന്തപ്പന തൈകൾ നട്ടു ഒരു തോട്ടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞു, അഈനു അഖാക്കും, നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ അതിന് വേണ്ടി സഹായിക്കുക. സഹാബത്ത് ഓരോരുത്തരായി ഈത്തപ്പന തൈകൾ കൊണ്ടുവന്നു കൊടുത്തു. നബി തങ്ങൾ അവരോട് കുഴിയെടുക്കാൻ പറഞ്ഞു. ഫൈദാ ഫറഗ്ത ഫഇതിനി അകൂനു അന അളഉഹാ ബിയദിയ. കുഴിയെടുപ്പ് കഴിഞ്ഞാൽ നീ എൻ്റെ അടുക്കൽ വരിക, അതിൽ തൈ നടുന്നത് എൻ്റെ കൈകൊണ്ടാകും. സൽമാനും സഹാബാക്കളും കൂടെ കുഴിയെടുപ്പ് പൂർത്തിയായി. അവർ നബിതങ്ങളുടെ അടുക്കലേക്ക് വന്നു. നബിതങ്ങൾ അവിടുത്തെ അനുഗ്രഹീതമായ കരങ്ങളെ കൊണ്ട് ആ തൈകൾ നട്ടുപിടിപ്പിച്ചു. സൽമാൻ പറയുകയാണ്, ഫവല്ലദീ നഫ്സു സൽമാന ബിയദിഹി മാ മാത മിൻഹാ നഖ്ലത്തുൻ വാഹിദ. ഈ സൽമാനിൻ്റെ ശരീരം ഏതൊരു രക്ഷിതാവിൻ്റെ നിയന്ത്രണത്തിലാണോ അവനെ തന്നെ സത്യം, ആ 300 തൈകളിൽ ഒരു തൈ പോലും നശിച്ചു പോയില്ല. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നട്ടുപിടിപ്പിച്ച എല്ലാ തൈകളും വളർന്നു വന്നു. നമുക്ക് ഇത് മാതൃകയല്ലേ? നാം കൃഷി ഇറക്കേണ്ടേ? നമ്മുടെ കൈകളെ കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെടികളും മരങ്ങളുമൊക്കെ ഈ മണ്ണിൽ വളർന്നു വരേണ്ടേ എന്ന് നാം ചിന്തിക്കണം. നാം മരങ്ങളെയും ചെടികളെയും ഒരിക്കലും മുറിച്ചു കളയുകയോ വെട്ടിക്കളയുകയോ പറിച്ചു കളയുകയോ ചെയ്യരുത്. ഖുർആൻ പറഞ്ഞത്, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. നബിതങ്ങൾ ഒരു സഹാബിയോട് പറഞ്ഞു, വലാ തഹ്ദിഖന്ന നഖ്ലൻ വലാ തഗ്രിഖ്ഹാ വലാ തഖ്തഅ ഷജറതൻ മുതഅമതൻ. നീ ഒരു ഈത്തപ്പനത്തൈയും കരിച്ചോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ടോ നശിപ്പിച്ച് കളയരുത്. തീ കൊണ്ടും വെള്ളം കൊണ്ടും നശിപ്പിക്കരുത്. ഫലം തരുന്ന ഒരു മരത്തെയും നീ മുറിച്ചു കളയുകയും ചെയ്യരുത് എന്ന് അവിടുന്ന് ആ സഹാബിയോട് ഉപദേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയെ വ്യത്യസ്ത രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പല ഭാഗങ്ങളിലും പല അന്തരീക്ഷവും പല ക്ലൈമറ്റുമാണുള്ളത്. പല ഭാഗങ്ങളിലും പല വിധത്തിലുള്ള പഴവർഗ്ഗങ്ങൾ ഓരോ കാലത്തും വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഒരു പഴം ലഭിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് മറ്റൊരു പഴം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അള്ളാഹു സംവിധാനിച്ച അവൻ്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ. വഫിൽ അർളി ഖിതഉൻ മുതജാവിറാത്തുൻ വജന്നാത്തും മിൻ അഅനാബിൻ വസർഉൻ വനഖീലുൻ സിൻവാനുൻ വഗൈറു സിൻവാൻ യുസ്ഖാ ബിമാഇൻ വാഹിദിൻ വനുഫദ്ദിലു ബഅദഹാ അലാ ബഅദിൻ ഫിൽ ഉക്ൽ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഖിലൂൻ. ഭൂമിയിൽ അകന്ന് തൊട്ട് കിടക്കുന്ന പല ഭാഗങ്ങളും ഉണ്ട്. അതിലൊക്കെ പലവിധ പഴങ്ങളാണ് വളരുന്നത്. മുന്തിരി, മറ്റു കൃഷികൾ, ഈന്തപ്പന ഒരേ മുരടിൽ നിന്നും വ്യത്യസ്തമായ മുരടിൽ നിന്നുമൊക്കെ വളർന്നു വരുന്നവ ഒക്കെ കുടിക്കുന്നത് ഒരേ വെള്ളമാണ്. പക്ഷേ അതിലെ പഴങ്ങളെ നാം വ്യത്യസ്തമായ രുചിയിലും ആകൃതിയിലുമൊക്കെ ആക്കുന്നു. ഇതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. നമ്മുടെ ഈ പ്രകൃതിയുടെ ഈ നിലനിൽപ്പ്, അതിനുവേണ്ടി നാം പ്രത്യേകം ചെടികളും മരങ്ങളുമൊക്കെ നട്ടു നനച്ചു വളർത്തണം. നമുക്ക് ശുദ്ധവായു നൽകുന്നത് ഈ മരങ്ങളും ചെടികളുമാണ്. നമ്മുടെ വീടുകളിലും മദ്രസകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ മരങ്ങളും ചെടികളുമൊക്കെ നാം വളർത്തി കൊണ്ടുവരണം. നമ്മുടെ മസ്ജിദുകളിലടക്കം
നമ്മുടെ ഭരണകൂടം ഇസ്രായേൽ ഇമാറാത്തിനെ നട്ടുപിടിപ്പിക്കുക എന്ന ക്യാമ്പയിൻ നടത്തുന്ന സമയമാണ്. നമ്മളും അതിൽ ഭാഗവാക്കാകണം. ഔഖാഫ് പ്രത്യേകം നസ്റഉ മസാജിദന, നമ്മുടെ മസ്ജിദുകളെ നമുക്ക് നട്ടുപിടിപ്പിക്കാം എന്ന ക്യാമ്പയിൻ നടത്തുകയാണ്. ഒരു ചെടി ഒരാൾ നട്ടുപിടിപ്പിച്ചാൽ നബിതങ്ങൾ പറഞ്ഞല്ലോ, മാമിൻ മുസ്ലിമിൻ യഗ്രിസു വർസൻ ഔ യസ്റഉ ദർഅൻ ഫയഅകുലു മിൻഹു തയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഒരാൾ ഒരു മരം നട്ട് അതിൽ നിന്ന് പക്ഷിയോ മനുഷ്യനോ നാൽക്കാലിയോ ഭക്ഷിച്ചാൽ അതൊക്കെ അവന് സദഖയാണ്. അവന് മരണപ്പെട്ടതിൻ്റെ ശേഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജാരിയായ സദഖ. നാം ഈ സംരംഭത്തിൽ ഭാഗവാക്കാകണം. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം കൂടിയാണത്. നമ്മുടെ രാഷ്ട്രപിതാവ് ആഗ്രഹിച്ചത് അതാണ്. മഹാനായ ഷെയ്ഖ് സായിദ്, അവരുടെ പരലോകം അള്ളാഹു സ്വർഗമാക്കട്ടെ, അവർ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ ഉവഫിറ ലികുല്ലി മവാത്തിൻ ഹാജതഹു മിൻ മാഇൻ സ്വാലിഹിൻ അദ്ബിൻ വഅറാദിൻ തയ്യിബത്തിൻ ഖസ്ബ തജൂദു ബിൽ ഖൈരി വൽ ബറക ഹത്താ തതഅമ്മഖ മഹബ്ബത്തു അർളിൽ ആബാഇ വൽ അജ്ദാദി ഫീ നുഫൂസി അബ്നാഇ ബലദിന. എൻ്റെ രാജ്യത്തിലെ ഓരോ പൗരനും ഏറ്റവും നല്ല ശുദ്ധവെള്ളം ലഭിക്കണം, ഫലഭൂയിഷ്ഠമായ ഭൂമി ഉണ്ടാകണം, ആ ഭൂമിയിൽ അവർ അധ്വാനിക്കണം, ആ ഭൂമിയിൽ നിന്ന് അവർ നല്ല വസ്തുക്കൾ വിളയിച്ചെടുക്കണം. നമ്മുടെ പിതാമഹന്മാർക്ക് ഈ മണ്ണിനോടുണ്ടായിരുന്ന സ്നേഹവും അടുപ്പവുമൊക്കെ നമ്മുടെ തലമുറയിലും നിലനിർത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീക്ക് നൽകട്ടെ. ഒരു മരം നട്ടാൽ തുഅ്തി ഉകുലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹ, എപ്പോഴും നമുക്കതിൽ നിന്ന് പഴം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, നല്ല ശുദ്ധവായു ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മണ്ണിലും വിണ്ണിലും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.